ഹലോ ഓൾ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1 കുറച്ച് പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ റിമൈനിങ് പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് എടുത്തിരുന്നത്? പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ്, അൽഗോരിതം ഡിസൈൻ, ദെൻ അനാലിസിസ് ഓഫ് അൽഗോരിതം എഫിഷ്യൻസി. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ എടുക്കുന്നത് അനാലിസിസ് ഓഫ് അൽഗോരിതം കോംപ്ലക്സിറ്റി. അൽഗോരിതം എഫിഷ്യൻസി ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തി വെച്ചത്. അൽഗോരിതം എത്രത്തോളം എഫിഷ്യന്റ് ആണ് അതിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു 2-3 ക്ലാസ് വരെ നിങ്ങൾ കേൾക്കാത്ത പല വേർഡ്സും ഇതിലുണ്ടാവും എന്ന് കരുതി ഈ സബ്ജക്റ്റ് വളരെ ടഫാണ്, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട. അതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയില് പല ടേംസും ഞാൻ ഒരു ഡെഫിനിഷൻ ബേസിലാണ് എടുത്തത്. നിങ്ങൾ അതൊന്ന് ആ വേർഡ്സ് എല്ലാം നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 3-4 ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാമിംഗിലേക്ക് എത്തുമ്പോൾ, പ്രോഗ്രാമിംഗ് ഇൻ സി എന്നതിലേക്ക് എത്തിക്കഴിയുമ്പോൾ, ഇപ്പൊ അതിന്റെ ബേസിലാണ് നമ്മൾ ഇടുന്നത്, ഫൗണ്ടേഷൻ ലെവലിലാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഈ വേർഡ്സ് എല്ലാം റീകോൾ ചെയ്യും. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ക്വാളിറ്റീസ് ആൻഡ് ക്യാപ്പബിലിറ്റീസ് ഓഫ് ആൻ അൽഗോരിതം. ഒരു അൽഗോരിതത്തിന്റെ ക്വാളിറ്റീസും ക്യാപ്പബിലിറ്റീസും എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഈസിലി മോഡിഫിയബിൾ ഇഫ് നെസസറി. ഒരു അൽഗോരിതം നമുക്ക് വളരെ ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്, അല്ലേ? നമ്മൾ അൽഗോരിതം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ they are easy, general and powerful. Okay. Third one, they are correct for clearly defined solution. Clearly defined ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് അൽഗോരിതത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. Fourth one, require less computer time, storage and peripherals. ഒരു അൽഗോരിതത്തിന് ലെസ് കമ്പ്യൂട്ടർ ടൈം മതി, ലെസ് സ്റ്റോറേജ് മതി, ലെസ് പെരിഫറൽ ഡിവൈസസ് ആവശ്യമുള്ളൂ. വളരെ ലെസ് കമ്പ്യൂട്ടർ ടൈം കൊണ്ട്, ടൈം, സ്റ്റോറേജ് ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് അൽഗോരിതം ഡിസൈൻ ചെയ്യാം. ഓക്കെ, ദേ ആർ മോർ എക്കണോമിക്കൽ. ദെൻ they are documented well enough to be used by others who do not have a detailed knowledge of the inner working. എന്താ പറയുന്നത്? ഒരു പ്രോഗ്രാമിലെ ഇന്നർ വർക്കിങ്ങിനെ കുറിച്ച് നോളജ് ഇല്ലാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിന്റെ ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? Then they are not dependable on being run on a particular computer. ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുക എന്നതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമല്ല ഇത് എന്നാണ് പറയുന്നത്. എന്താണ് അൽഗോരിതം? നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് നമ്മുടെ ഒരു യൂസറുടെ റിട്ടേൺ ഡോക്യുമെന്റ് ആണ് അൽഗോരിതം, അല്ലെ? അല്ലാതെ ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുക, ഒരു മെഷീൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമല്ല അൽഗോരിതം. നെക്സ്റ്റ് വൺ, ദ സൊല്യൂഷൻ ഈസ് പ്ലസിംഗ് ആൻഡ് സാറ്റിസ്ഫൈങ് ടു ഇറ്റ്സ് ഡിസൈനർ ആൻഡ് യൂസർ. യൂസർക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട് അൽഗോരിതത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ, ദേ ആർ ഏബിൾ ടു ബി യൂസ്ഡ് ആസ് എ സബ് പ്രൊസീജിയർ ഫോർ അതർ പ്രോബ്ലം. മറ്റുള്ള പ്രോബ്ലംസ് ചെയ്യുന്നതിനുള്ള ഒരു സബ് പ്രോബ്ലം ആയിട്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നു. അപ്പൊ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് ക്വാളിറ്റീസ്? ഈസിലി മോഡിഫിയബിൾ ആണ്, ഈസി ആൻഡ് ജനറൽ, പവർഫുൾ ആണ്, കറക്റ്റ് ഫോർ ക്ലിയർലി ഡിഫൈൻഡ് സൊല്യൂഷൻ. ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് തരുന്നുണ്ട്. ലെസ് കമ്പ്യൂട്ടർ ടൈം മതി, സ്റ്റോറേജ്, പെരിഫറൽ ഡിവൈസ് എല്ലാം ലെസ് എമൗണ്ട് മതി. പിന്നെ ഒരു ഇന്നർ വർക്കിങ്ങിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് പോലും ഈ ഒരു ഡോക്യുമെന്റേഷൻ കണ്ടാൽ വളരെ പെട്ടെന്ന് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അൽഗോരിതം ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ദെൻ ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമുള്ള മെഷീൻ ഡിപ്പെൻഡബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ യൂസർക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ ദ ലാസ്റ്റ് വൺ, മറ്റുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു സബ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സബ് പ്രോബ്ലം ആയിട്ട് നമുക്ക് അൽഗോരിതത്തിനെ കണക്കാക്കാം. ഓക്കെ, നെക്സ്റ്റ്, കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി. Computational complexity refers to the amount of resources required to solve a computational problem. ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള എമൗണ്ട് ഓഫ് റിസോഴ്സസിനെയാണ് നമ്മൾ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഈ എമൗണ്ട് ഓഫ് റിസോഴ്സസ് എന്തൊക്കെയാണ് വരുന്നത്? ടൈം വരുന്നുണ്ട്, മെമ്മറി വരുന്നുണ്ട്.
ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മുടെ എമൗണ്ട് ഓഫ് റിസോഴ്സസ്, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള റിസോഴ്സസ്. ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ഒരു ഡെയിലി ലൈഫിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ റിസോഴ്സസ് എന്തൊക്കെയാണ്? നമ്മുടെ ടൈം, നമ്മുടെ ഇൻഫോർമേഷൻസ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ക്യാഷ്, ഇതൊക്കെയാണ് നമ്മുടെ റിസോഴ്സസ്. അപ്പൊ ഒരു കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അതിലെ റിസോഴ്സസ് എന്തൊക്കെയാണ്? ടൈം, മെമ്മറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള എമൗണ്ട് ഓഫ് റിസോഴ്സസ്, എത്ര എമൗണ്ട് റിസോഴ്സസ് യൂസ് ചെയ്തു എന്നതിനെ കുറിച്ച് പറയുന്നതാണ് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ്സ് എ മെഷർ. അപ്പൊ ഇതെന്താണ്? ഇതൊരു മെഷർ ആണ്, ഇതൊരു അളവാണ് of how difficult a problem is to solve relative to the size of the input. നമ്മൾ നൽകുന്ന ഇൻപുട്ടിന്റെ സൈസിനെ റിലേറ്റ് ചെയ്യുമ്പോൾ, സൈസ് ഓഫ് ദ ഇൻപുട്ട്, നമ്മൾ നൽകുന്ന ഇൻപുട്ടിന്റെ സൈസിനെ റിലേറ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലം സോൾവിങ്ങിൽ എത്രത്തോളം ഡിഫിക്കൽറ്റി ഉണ്ടാവും എന്ന് നോക്കുന്നതിനുള്ള ഒരു മെഷർ ആണ് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി. മനസ്സിലായല്ലോ? ദെൻ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടേംസ് ഉണ്ട്, ടൈം കോംപ്ലക്സിറ്റി ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി. ഈ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ടൈം കോംപ്ലക്സിറ്റി, എന്താണ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എമൗണ്ട് ഓഫ് ടൈം an algorithm takes to complete. ഒരു അൽഗോരിതം കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള എമൗണ്ട് ഓഫ് ടൈമിനെയാണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്പേസ് കോംപ്ലക്സിറ്റി എന്തായിരിക്കും? ഒരു അൽഗോരിതത്തിന് വേണ്ട സ്പേസ്. സ്പേസ് എന്താണ്? മെമ്മറി അല്ലേ? സ്പേസ് എവിടെയാ? മെമ്മറിയിലല്ലേ കിടക്കുന്നത്. അപ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റി എന്താണ്? എമൗണ്ട് ഓഫ് മെമ്മറി ആൻ അൽഗോരിതം യൂസസ്. ഒരു അൽഗോരിതം യൂസ് ചെയ്യുന്ന മെമ്മറി സ്പേസിനെയാണ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി, ഒരു കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള എമൗണ്ട് ഓഫ് റിസോഴ്സസിനെയാണ് നമ്മൾ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ടൈമും മെമ്മറിയൊക്കെയാണ് നമ്മുടെ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റിയിലെ റിസോഴ്സസ്. ദെൻ നമ്മൾ നൽകുന്ന ഇൻപുട്ടിന്റെ സൈസിനെ റിലേറ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലം സോൾവിങ്ങിൽ എത്രത്തോളം ഡിഫിക്കൽറ്റി ഉണ്ടാവും എന്ന് നോക്കുന്നതിനുള്ള ഒരു മെഷർ ആണ് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി. അതിൽ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി. ടൈം കോംപ്ലക്സിറ്റി എത്ര ടൈം ഒരു അൽഗോരിതം എടുക്കുന്നുണ്ട്, എമൗണ്ട് ഓഫ് ടൈമിനെയാണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ദെൻ സ്പേസ് കോംപ്ലക്സിറ്റി, എത്ര മെമ്മറി സ്പേസ് ഒരു അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ് സ്പേസ് കോംപ്ലക്സിറ്റി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ദ ഓർഡർ ഓഫ് നൊട്ടേഷൻ. ഇതെല്ലാം പുതിയ ടേംസ് ആണ് കേട്ടോ. ഇത് ഡാറ്റ സ്ട്രക്ചറിൽ നിങ്ങൾ ഇത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇത്ര ഒരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യില്ല. ഓക്കെ, ഓർഡർ ഓഫ് നൊട്ടേഷൻ. ദ ബിഗ് O, commonly referred to as order of. ഓർഡർ ഓഫ് നൊട്ടേഷൻ എന്താണ്? ബിഗ് O ആണ് നമ്മൾ ഓർഡർ ഓഫ് നൊട്ടേഷൻ ആയിട്ട് പറയുന്നത്. is a way to express the upper bound of an algorithm's time complexity. ഇത് അൽഗോരിതം ടൈം കോംപ്ലക്സിറ്റിയുടെ അപ്പർ ബൗണ്ടിനെയാണ് പറയുന്നത്. അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും എല്ലാം ഒരു അൽഗോരിതം ടൈം കോംപ്ലക്സിറ്റിക്ക് ഉണ്ട് എന്ന് ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക. അതിലെ അപ്പർ ബൗണ്ട് ആണ് നമ്മുടെ ഓർഡർ ഓഫ് നൊട്ടേഷൻ, അതായത് ബിഗ് O എന്ന് പറയുന്നത്. അപ്പോ ബിഗ് O എന്താണ്? ഓർഡർ ഓഫ് നൊട്ടേഷൻ ആണ്. ഒരു അൽഗോരിതം ടൈം കോംപ്ലക്സിറ്റിയുടെ അപ്പർ ബൗണ്ട് ആണ്. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് അനാലിസിസ് ദ വേഴ്സ്റ്റ് കേസ് സിറ്റുവേഷൻ ഓഫ് ആൻ അൽഗോരിതം. ഒരു അൽഗോരിതത്തിന്റെ വേഴ്സ്റ്റ് കേസ് സിറ്റുവേഷൻ കൂടിയാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്തൊക്കെ പോയിന്റ് കിട്ടി? ഓർഡർ ഓഫ് നൊട്ടേഷനെ നമ്മൾ ബിഗ് O എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഒരു അൽഗോരിതം ടൈം കോംപ്ലക്സിറ്റിയുടെ അപ്പർ ബൗണ്ട് ആണ്. ഒരു അൽഗോരിതം വേഴ്സ്റ്റ് കേസ് സിറ്റുവേഷൻ കൂടിയാണ്. ഒന്ന് നന്നായിട്ട് വായിക്കട്ടോ. ഇറ്റ് പ്രൊവൈഡ്സ് an upper limit on the time taken by an algorithm in terms of the size of the input. അൽഗോരിതം കോംപ്ലക്സിറ്റിയുടെ അപ്പർ ബൗണ്ടിനെയാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. അൽഗോരിതത്തിന്റെ അപ്പർ ലിമിറ്റിനെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പർ ബൗണ്ട്, അപ്പർ ലിമിറ്റ് ആണ് കേട്ടോ. Then third, it's denoted as order of f of n. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഓർഡർ ഓഫ് f of n എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിലെ f of n എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. f of n ആണ് ഇതിലെ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്? That represents the number of operations that an algorithm performs to solve a problem of size n. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള അൽഗോരിതത്തിലെ നമ്പർ ഓഫ് ഓപ്പറേഷൻസിനെയാണ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഓർഡർ ഓഫ് f of n ആണ്. അതിലെ f of n എന്നതാണ് ഫംഗ്ഷൻ. അപ്പൊ അതിലെ ഫംഗ്ഷനെ എന്താണെന്നാ പറയുന്നത്? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള അൽഗോരിതത്തിലെ നമ്പർ ഓഫ് ഓപ്പറേഷൻസിനെയാണ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം,
ഓർഡർ ഓഫ് നൊട്ടേഷൻ എന്ന് പറയുന്നത് ബിഗ് ഒ ആണ്. ബിഗ് ഒ ഒരു അൽഗോരിതം ടൈം കോംപ്ലക്സിറ്റിയുടെ അപ്പർ ബൗണ്ട് ആണ്. അതുപോലെ അൽഗോരിതത്തിലെ വേസ്റ്റ് കേസ് സിറ്റുവേഷൻ ആണ് ബിഗ് ഒ. ഈ 3 കാര്യങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഓർഡർ ഓഫ് എഫ് ഓഫ് എൻ ആണ്. ഇതിൽ എഫ് ഓഫ് എൻ എന്നത് ഫംഗ്ഷൻ ആണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് അൽഗോരിതത്തിൽ നമ്പർ ഓഫ് ഓപ്പറേഷൻസിനെയാണ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റിയിൽ യൂസ് ചെയ്യുന്ന മറ്റ് നൊട്ടേഷൻസ് ഉണ്ട്. ഞാനൊന്ന് ഇവിടെ എഴുതാം. ബിഗ് ഒ നമ്മൾ പറഞ്ഞു അപ്പർ ബൗണ്ട് ആണ്, വേസ്റ്റ് കേസ് ആണ്. അതുപോലെ ബിഗ് ഒമേഗ ഉണ്ട്, ബിഗ് തീറ്റ ഉണ്ട് കേട്ടോ. ഇവിടെ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ബിഗ് ഒമേഗ ഇത് അപ്പർ ബൗണ്ട് ആണ് കേട്ടോ. സോറി, ഇത് ബിഗ് ഒ ആണ് അപ്പർ ബൗണ്ട്. ലോവർ ബൗണ്ടിനെയാണ് നമ്മൾ ബിഗ് ഒമേഗ. ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകുന്നത് വളരെ നന്നായിരിക്കും. എങ്കിലേ നിങ്ങൾക്ക് ഡാറ്റ സ്ട്രക്ചർ എല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾ ഇത് റീകോൾ ചെയ്യും. ലോവർ ബൗണ്ട് ആണ് നമ്മൾ ബിഗ് ഒമേഗ. ഓക്കെ, അതുപോലെ ഒരു ബിഗ് തീറ്റ കൂടെ ഉണ്ട്. നിങ്ങൾ മെറ്റീരിയലിൽ നിങ്ങൾ ഇത് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇത് ഒമേഗ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, തീറ്റ. ബിഗ് തീറ്റ ടൈറ്റ് ബൗണ്ട് ആണ് കേട്ടോ. അൽഗോരിതം കോംപ്ലക്സിറ്റിയിലെ ടൈറ്റ് ബൗണ്ടിനെയാണ് ബിഗ് തീറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡാറ്റ സ്ട്രക്ചറിൽ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിക്കേണ്ടതാണ്. ഫസ്റ്റ് ചാപ്റ്ററിലോ അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററിലോ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇതില് ബിഗ് ഒമേഗ ലോവർ ബൗണ്ട് ആണ്. ബിഗ് ഒ നിങ്ങൾ ഇതിന്റെ കൂടെ എഴുതണം കേട്ടോ. ഓർഡർ ഓഫ് ആണ്, അപ്പർ ബൗണ്ട് ആണ്, ബെസ്റ്റ് കേസ് ആണ്. ദെൻ ബിഗ് ഒമേഗ ലോവർ ബൗണ്ട് ആണ്, അത് ബെസ്റ്റ് കേസ് ആണ് വരുന്നത്. ബിഗ് ഒമേഗ ബെസ്റ്റ് കേസ് ആണ്. അതുപോലെ ബിഗ് തീറ്റ ആവറേജ് കേസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ്, റൂൾസ് ഫോർ യൂസിങ് ദ ബിഗ് ഒ നൊട്ടേഷൻ. നമുക്ക് ഈ ബിഗ് ഒ നൊട്ടേഷൻസ് യൂസ് ചെയ്യാന് കൃത്യമായിട്ട് പാലിക്കേണ്ട കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇഗ്നോറിങ് കോൺസ്റ്റന്റ് ഫാക്ടേഴ്സ്. കോൺസ്റ്റന്റ് ഫാക്ടേഴ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്യണം. എങ്ങനെയാണതെന്ന് നോക്കാം. ഓർഡർ ഓഫ് സി എഫ് ഓഫ് എൻ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓർഡർ ഓഫ് എഫ് ഓഫ് എൻ എന്നാണ് എഴുതേണ്ടത്. ഇതിലെ കോൺസ്റ്റന്റ് ഫാക്ടർ ഈ സി ആണ് കേട്ടോ. ഇതിലെ കോൺസ്റ്റന്റ് ഫാക്ടർ. അപ്പൊ നമ്മൾ ഇഗ്നോറിങ് കോൺസ്റ്റന്റ് ഫാക്ടേഴ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് ഓർഡർ ഓഫ് എഫ് ഓഫ് എൻ എന്നാണ് നമ്മുടെ നൊട്ടേഷനിൽ നമ്മൾ കൊടുക്കേണ്ടത്. സെക്കൻഡ് വൺ, ഇഗ്നോറിങ് സ്മോളർ ടേംസ് ഇഗ്നോർ ചെയ്യണം. ഇഫ് എ ലെസ് ദാൻ ബി എന്ന് പറയുമ്പോൾ ഏതാണ് സ്മോളർ ടേംസ്? എ ആണല്ലേ, അതെല്ലാവർക്കും അറിയാം. അപ്പോ ദെൻ ഓർഡർ ഓഫ് എ പ്ലസ് ബി എന്നാണ് നമ്മുടെ നൊട്ടേഷൻ എങ്കിൽ അതിലെ സ്മോളർ ടേം ഈ എ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് ഓർഡർ ഓഫ് ബി എന്ന് എഴുതണം. എന്നൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓർഡർ ഓഫ് എൻ സ്ക്വയർ പ്ലസ് എൻ. ഇതിൽ ഏതാണ് ബിഗർ, ഏതാണ് സ്മോളർ ടേം എൻ ആണ്. അപ്പൊ ഈ സ്മോളർ ടേം അവോയ്ഡ് ചെയ്തിട്ട് ഓർഡർ ഓഫ് എൻ സ്ക്വയർ എന്നാണ് കൊടുക്കേണ്ടത്. തേർഡ് വൺ, അപ്പർ ബൗണ്ട് ഓൺലി. അപ്പർ ബൗണ്ട് മാത്രം കൺസിഡർ ചെയ്യുക. If A less than B, then an order of A algorithm is also an order of B algorithm. A less than B എന്നാണെങ്കിൽ ഓർഡർ ഓഫ് എ അൽഗോരിതം ഒരു ഓർഡർ ഓഫ് ബി അൽഗോരിതം ആണ്. മനസ്സിലായല്ലോ? അതിന് എക്സാമ്പിൾ ആണ് ഓർഡർ ഓഫ് എൻ അൽഗോരിതം is also order of n square algorithm. Fourth one, n and log n are bigger than any constant. n log n ഇത് രണ്ടും ബിഗർ ദാൻ എനി കോൺസ്റ്റന്റ്, ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റിനേക്കാൾ ബിഗർ ആണെങ്കിൽ ഫ്രം ആൻ അസിംപ്റ്റോട്ടിക് വ്യൂ. സോ ഈ കെ ഈസ് എ കോൺസ്റ്റന്റ്, അതിലെ കെ ആയിരിക്കും അതിലെ കോൺസ്റ്റന്റ്. എന്നിൽ കോൺസ്റ്റന്റ് വന്നാൽ എന്തായിരിക്കും വരിക? അവിടെ കൊടുത്തിട്ടുണ്ട് ഓർഡർ ഓഫ് എൻ പ്ലസ് കെ. കെ കോൺസ്റ്റന്റ് വന്നു, എന്നിലാണ് വന്നത്. ലോഗ് എന്നിൽ കോൺസ്റ്റന്റ് വന്നാൽ എന്തായിരിക്കും? ഓർഡർ ഓഫ് ലോഗ് എൻ പ്ലസ് കെ. അപ്പൊ ഈ കോൺസ്റ്റന്റ് നമ്മൾ ഒഴിവാക്കിയിട്ട് ഓർഡർ ഓഫ് എൻ പ്ലസ് കെ എന്നത് ഓർഡർ ഓഫ് എൻ എന്ന് എഴുതണം. സ്മോളർ ടേംസ് ആണ് നമ്മൾ കോൺസ്റ്റന്റ് ആണ് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടുള്ളത്. ഓർഡർ ഓഫ് ലോഗ് എൻ പ്ലസ് കെ എന്നുള്ള ഈ കോൺസ്റ്റന്റിനെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ ഓർഡർ ഓഫ് ലോഗ് എൻ എന്ന് എഴുതണം. നേരത്തെ പറഞ്ഞ റൂള് തന്നെയാണ്, അത് മറ്റൊരു രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. ഫിഫ്ത്ത്, another consequence of the last item is that an order of n log n plus n algorithm, which is order of n log n plus 1, can be simplified to order of n log n.
ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഓർഡർ ഓഫ് n log n പ്ലസ് 1 എന്നും ഓർഡർ ഓഫ് n log n പ്ലസ് n ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ റൂൾസ് ഒന്നുകൂടെ നോക്കാം. ഇഗ്നോറിംഗ് കോൺസ്റ്റന്റ് ഫാക്ടേഴ്സ്, നമ്മൾ കോൺസ്റ്റന്റ് ഫാക്ടേഴ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്യണം. സെക്കൻഡ് വൺ ഇഗ്നോറിംഗ് സ്മോളർ ടേംസ് ഇഗ്നോർ ചെയ്യണം. തേർഡ് അപ്പർ ബൗണ്ട് ഓൺലി, അപ്പർ ബൗണ്ട് മാത്രം കൺസിഡർ ചെയ്യുക. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾസ്. ഓക്കെ, നെക്സ്റ്റ് വേർസ്റ്റ് ആൻഡ് ആവറേജ് കേസ് ബിഹേവിയർ. Worst and average case behaviors are the two measures of performance of an algorithm. Algorithm performance le two measures ആണ് worst case and average case. Okay, ഞാൻ നേരത്തെ പറഞ്ഞു അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ഞാൻ ബിഗ് ഒ പറഞ്ഞപ്പോ ബിഗ് ഒമേഗ ബിഗ് തീറ്റ ഞാൻ പറഞ്ഞു തന്നു. അതിൽ അപ്പർ ബൗണ്ട് ഉണ്ട്, ലോവർ ബൗണ്ട് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ വേർസ്റ്റ് കേസ്, ബെസ്റ്റ് കേസ്, ആവറേജ് കേസ് ഞാൻ പറയുകയുണ്ടായി. അതിലെ വേർസ്റ്റ് കേസും ആവറേജ് കേസും ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു അൽഗോരിതം പെർഫോമൻസിലെ മെഷേഴ്സ് ആണ് ഈ ആവറേജ് കേസ്, വേർസ്റ്റ് കേസ്, ബെസ്റ്റ് കേസ് ഒക്കെ പറയുന്നത്. ഇതിൽ ബെസ്റ്റ് കേസ് കൊടുത്തിട്ടില്ല കേട്ടോ, അതുകൂടെ പഠിക്കേണ്ടതാണ്. സെക്കൻഡ്, these two measures can be applied to both space and time complexity of an algorithm. ഈ രണ്ട് മെഷേഴ്സും നമുക്ക് ടൈം കോംപ്ലക്സിറ്റിയിലും സ്പേസ് കോംപ്ലക്സിറ്റിയിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏതിലൊക്കെയാണ്? ടൈം കോംപ്ലക്സിറ്റിയില്, സ്പേസ് കോംപ്ലക്സിറ്റിയില്. ടൈം കോംപ്ലക്സിറ്റി എന്താ നമ്മൾ പറഞ്ഞത്? എമൗണ്ട് ഓഫ് ടൈം, എത്രയാണ് ഒരു അൽഗോരിതം കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള എമൗണ്ട് ഓഫ് ടൈം. സ്പേസ് കോംപ്ലക്സിറ്റി, ഒരു അൽഗോരിതം യൂസ് ചെയ്യുന്ന മെമ്മറി സ്പേസ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് മെഷേഴ്സും നമുക്ക് ടൈം കോംപ്ലക്സിറ്റിയിലും സ്പേസ് കോംപ്ലക്സിറ്റിയിലും അപ്ലൈ ചെയ്യാം. അപ്പൊ വേസ്റ്റ് കേസ് അനാലിസിസ്, ആവറേജ് കേസ് അനാലിസിസ്, ഇനി രണ്ട് ആസ്പെക്ട് ഇവിടെ പറയുന്നുണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. It represents the maximum time or resources required for the algorithm to complete its execution. ഒരു അൽഗോരിതം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള മാക്സിമം ടൈം അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മാക്സിമം റിസോഴ്സസിനെയാണ് വേർസ്റ്റ് കേസ് അനാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഒരു അൽഗോരിതം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള മാക്സിമം ടൈം അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള റിസോഴ്സസിനെയാണ് വേർസ്റ്റ് കേസ് അനാലിസിസ് എന്ന് പറയുന്നത്. മാക്സിമം ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ ആവറേജ് കേസ് എന്തായിരിക്കും? ആവറേജ് ആയിരിക്കും അല്ലെ? The average case complexity of an algorithm is the amount of some computational resource used by the algorithm averaged over all possible inputs. എത്ര എമൗണ്ട് റിസോഴ്സസ് വേണം, ടൈം വേണം എന്നതിന്റെ ആവറേജ് ആയിരിക്കും ആവറേജ് കേസ് അനാലിസിസ്. അപ്പൊ എന്താണ് വേർസ്റ്റ് കേസ് ആൻഡ് ആവറേജ് കേസ് ബിഹേവിയർ? ഒരു അൽഗോരിതം പെർഫോമൻസിലെ രണ്ട് മെഷേഴ്സ് ആണ് വേർസ്റ്റ് കേസും ആവറേജ് കേസും. ശരിക്കും രണ്ട് മെഷേഴ്സ് അല്ലാട്ടുള്ളത്. ഇവിടെ ബെസ്റ്റ് കേസ് കൂടെ ഉണ്ട്, അത് ഇതിൽ പറയുന്നില്ല. അതുകൂടെ ഇതിന്റെ കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. ബെസ്റ്റ് കേസ് ഉണ്ട് കേട്ടോ. ബെസ്റ്റ് കേസ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷനിൽ ഉള്ള മറ്റൊരു മെഷറാണ്. ഞാൻ പ്രീവിയസ് സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്, അതുകൂടെ നോക്കാം. അപ്പോ രണ്ട് മെഷേഴ്സ് ആണ് വേർസ്റ്റ് കേസും ആവറേജ് കേസും. ഈ രണ്ട് മെഷേഴ്സ് നമുക്ക് ടൈം കോംപ്ലക്സിറ്റിയിലും സ്പേസ് കോംപ്ലക്സിറ്റിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ വേർസ്റ്റ് കേസ് അനാലിസിസ് ഒരു അൽഗോരിതം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള മാക്സിമം ടൈമിന്, വേർസ്റ്റ് കേസ് മാക്സിമം ആണെന്ന് ഓർത്ത് വെക്കുക. മാക്സിമം ടൈമിന് അല്ലെങ്കിൽ റിസോഴ്സസിനെയാണ് വേർസ്റ്റ് കേസ് അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ആവറേജ് കേസ് എത്ര എമൗണ്ട് റിസോഴ്സസ് വേണം, ടൈം വേണം എന്നതിന്റെ ഒരു ആവറേജ് ആയിരിക്കും ആവറേജ് കേസ് അനാലിസിസ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ അനാലിസിസ് ഓഫ് അൽഗോരിതം കോംപ്ലക്സിറ്റിയിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫ്ലോ ചാർട്ട്സ്. നമ്മൾ ഫ്ലോ ചാർട്ട് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അൽഗോരിതം എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്ന് നോക്കിയിരുന്നു. ഒരു അൽഗോരിതം നമ്മുടെ എഴുതിയ ശേഷമാണ് അതിന്റെ ആ കറസ്പോണ്ടിങ് അൽഗോരിതത്തിന്റെ ഫ്ലോ ചാർട്ട് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. നമുക്ക് നോക്കാം. ഫ്ലോ ചാർട്ട് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതം. ഫ്ലോ ചാർട്ട് എന്താണ്? ഒരു അൽഗോരിതത്തിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ നമുക്ക് ഒരു അൽഗോരിതം കാണുന്നതിനേക്കാൾ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഒരു ഫ്ലോ ചാർട്ട് കാണുമ്പോൾ ഉണ്ടായിരിക്കും അല്ലെ? ഇറ്റ് മേക്സ് യൂസ് ഓഫ് സിംബൽസ് which are connected among them to indicate the flow of information and processing. സിംബൽസ് യൂസ് ചെയ്തിട്ട് അവ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഫ്ലോ ഓഫ് ഇൻഫോർമേഷനും ഇതിൽ പ്രോസസ്സിങ്ങും എല്ലാം കാണിക്കുന്നത്. ഇതിൽ കുറച്ച് സിംബൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സിംബൽസ് യൂസ് ചെയ്തിട്ട് അവ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഒരു പ്രോസസ് ഫ്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ,
It will show the general outline of how to solve problem or perform a task. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിനും ഒക്കെയുള്ള ജനറൽ ഔട്ട്ലൈൻ കാണിക്കാൻ ഫ്ലോ ചാർട്ടിന് സാധിക്കും. ഓക്കെ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ അൽഗോരിതം. അൽഗോരിതം വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഫ്ലോ ചാർട്ട് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു അൽഗോരിതം എഴുതിയ ശേഷം അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് കുറച്ച് സിംബൽസും എല്ലാം യൂസ് ചെയ്ത് സിംബൽസ് കണക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു പ്രോസസ് ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ വരയ്ക്കുന്നതിനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ബേസിക് സിംബൽസ് യൂസ് ഇൻ ഫ്ലോ ചാർട്ട് ഡിസൈൻ. ഫ്ലോ ചാർട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ബേസിക് സിംബൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ, ഇത് ഓവൽ ആണ് കേട്ടോ. ഇവിടെ റെക്ടാംഗിൾ ഉണ്ട്. ഇവിടെ ഇത് റെക്ടാംഗിൾ ആണ്. ഇത് ഓവൽ ഷേപ്പ് ആണ്. ഇങ്ങനെ ഈ ഓവൽ ഷേപ്പ് യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും, സ്റ്റോപ്പ് അല്ലെങ്കിൽ എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഓവൽ ഷേപ്പ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതെന്താണ്? ഒരു ഡയമണ്ട് ഷേപ്പ് ആണ് അല്ലെ. അത് ക്വസ്റ്റ്യൻസ്, ഡെസിഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഇതാണെങ്കിൽ, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വേറെ ഒന്നിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ വേറെ, അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുന്നതിനാണ് നമ്മൾ ഈ ഡയമണ്ട് ഷേപ്പ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ പാരലലോഗ്രാം, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇൻപുട്ട് കൊടുക്കുന്നതിനും ഔട്ട്പുട്ട് നമ്മളിലേക്ക് കിട്ടി എന്നതും കാണിക്കുന്നതിനെയാണ് നമ്മൾ പാരലലോഗ്രാം യൂസ് ചെയ്യുന്നത്. ഈ പാരലലോഗ്രാം ഈ റെക്ടാംഗിളും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകും. അപ്പോൾ ശ്രദ്ധിക്കാം. പാരലലോഗ്രാം എന്തിനാണ്? ഇൻപുട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഒരു നമ്പർ നമ്മൾ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ അതെല്ലാം ആ ഒരു പ്രോസസ്സ് കാണിക്കുന്നതിനാണ് നമ്മൾ പാരലലോഗ്രാം യൂസ് ചെയ്യുന്നത്. ദെൻ ആരോസ്, ലൈൻസ് ഓർ ആരോ റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് കൺട്രോൾ. ഇപ്പോ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഉണ്ട്. ഈ ആരോ ആണെങ്കിൽ പ്രോസസ്സ് ഇങ്ങോട്ടേക്കാണ്, ഈ ആരോ കാണിക്കുന്നത് പ്രോസസ്സ് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആരോസ് യൂസ് ചെയ്യുന്നത്. ദെൻ കണക്ടേഴ്സ്, ഈ സർക്കിൾ ആണ് കണക്ടേഴ്സ്. ഓവൽ അല്ല കേട്ടോ, ഓവൽ വേറെ, സ്റ്റാർട്ട് എൻഡ്. കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് രണ്ട് ഫ്ലോ ചാർട്ടിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് വലിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുക. നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ കാണാറില്ല. ദെൻ റെക്ടാംഗിൾ പ്രോസസ്സ്, ഇൻസ്ട്രക്ഷൻസ് ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യാനാണ് റെക്ടാംഗിൾ. ഈ ഒരു ഫിഗർ കണ്ടോ, ഇത് കമന്റ്സ്, എക്സ്പ്ലനേഷൻസ്, എന്തെങ്കിലും ഡെഫിനിഷൻസ് ഒക്കെ കൊടുക്കാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെ അഡീഷണലി രണ്ട് സിമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് പ്രോഗ്രാമിങ്ങിലേക്കാണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നു. സാധാരണയായിട്ട് നമ്മൾ ഈ ഓവല് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും, സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും. ദെൻ ഡെസിഷൻസ് ഉണ്ടാവും, അപ്പോ ഈ ഡയമണ്ട് ഷേപ്പ് ഉണ്ടാവും, യൂസ് ചെയ്യണം. ദെൻ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കാൻ നമ്മൾ പാരലലോഗ്രാം യൂസ് ചെയ്യണം. പ്രോസസ്സ് കാണിക്കാൻ എന്തായാലും ആരോസ് നമ്മൾ യൂസ് ചെയ്യണം. കണക്ടേഴ്സ് അങ്ങനെ അധികം കാണാറില്ല കേട്ടോ. ദെൻ പ്രോസസ്സ് കാണിക്കാൻ നമ്മൾ റെക്ടാംഗിൾ യൂസ് ചെയ്യണം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ബൈ ഹാർട്ട് ചെയ്യുക, ഫ്ലോ ചാർട്ട് വരച്ച് നോക്കുക, എന്നിട്ട് തന്നെ പഠിക്കുക. അപ്പൊ സിമ്പിൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫ്ലോ ചാർട്ടിലെ എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ 1.1 ആണ്. എക്സാമ്പിൾ 1.1 നമ്മൾ അൽഗോരിതം എന്തായിരുന്നു ചെയ്തത്? കമ്പ്യൂട്ട് ആൻഡ് ഡിസ്പ്ലേ സം ഓഫ് ടു നമ്പേഴ്സ് എന്ന രണ്ട് നമ്പേഴ്സിന്റെ, അല്ലെങ്കിൽ ഒരു എ ബി എന്ന രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കണ്ടിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള അൽഗോരിതമാണ് നമ്മൾ ഡിസൈൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്നൊക്കെ. അതൊന്ന് ശരിക്ക് ബൈ ഹാർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അതിന്റെ ലോജിക് മനസ്സിലാക്കാൻ നന്നായിരിക്കും. ഇത് സിമ്പിൾ ആണ് കേട്ടോ. ഇത് ഫസ്റ്റ് എക്സാമ്പിൾ സിമ്പിൾ ആണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് കൊടുക്കും? ഓവൽ ഷേപ്പ് കൊടുക്കും അല്ലെ. ദെൻ പ്രോസസ്സിനാണ് ഈ ആരോ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇൻപുട്ട് ചെയ്യണം. എന്താണ്? രണ്ട് നമ്പേഴ്സിന്റെ സമ്മാണ് കാണേണ്ടത്. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സിന് നമുക്ക് ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് ചെയ്യുന്നതിന് ഏതാണ് ഷേപ്പ്? പാരലലോഗ്രാം അല്ലെ. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്തു. ദെൻ പ്രോസസ്സിംഗ് നടന്നു. ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് സമ്മ് എന്ന വാരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ദെൻ പ്രിന്റ് സം, നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഔട്ട്പുട്ട് ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പാരലലോഗ്രാം. അപ്പൊ ഇത് ഇൻപുട്ട് വളരെ ഈസി ആയിട്ട് തന്നെ
വരക്കാൻ പറ്റുന്ന ഒരു ഫ്ലോ ചാർട്ട് ആണിത്. ഇത് ഇൻപുട്ട്, ഇവിടെ ഔട്ട്പുട്ട്. മനസ്സിലായില്ലേ? രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കണ്ട് അത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു അൽഗോരിതം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ ഉണ്ടായിരുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്തു, ഓവൽ ഷേപ്പ്, ദെൻ രണ്ട് നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്തു, അതിന് പാരലലോഗ്രാം യൂസ് ചെയ്തു. ആ സിമ്പിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ആരോസ് ഒക്കെ എന്താണ്, പ്രോസസ്സിന്റെ ഫ്ലോ ആണ് കാണിക്കുന്നത് കേട്ടോ. ദെൻ പ്രോസസ്സിംഗ് നടന്നു. എന്താണ് പ്രോസസ്സ്? ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം, സമ്മിലേക്ക് കൊടുക്കണം. അത് സമ്മിലേക്ക് കൊടുത്തു, ദെൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. എന്താണ്? ആ സമ്മിലുള്ള വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടി. ഇവിടെ വാല്യൂ ഉണ്ടായിരിക്കും. ദെൻ സ്റ്റോപ്പ്, ഓവൽ ഷേപ്പ്, വീണ്ടും ഓവൽ ഷേപ്പ് കൊടുത്തു. സ്റ്റോപ്പ് ഓർ എൻഡ്. മനസ്സിലായി എന്ന് വിചാരിക്കും. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഫ്ലോ ചാർട്ട് ഫോർ ദ എക്സാമ്പിൾ 1.3 എന്തായിരുന്നു? ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ എങ്ങനെയാണെന്ന് കാണാൻ. എന്താണ് ഫാക്ടോറിയൽ, എന്താണ് അതിന്റെ ലോജിക് നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽഗോരിതത്തിൽ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് ആണ്. ആ സെയിം ലോജിക് വെച്ചിട്ട് തന്നെയാണ് ഇത് നമ്മൾ വരക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തു, ഓവൽ ഷേപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ റീഡ് എൻ, ഒരു നമ്പറിനെയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഒരു നമ്പർ അതിന്റെ ഫാക്ടോറിയൽ ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് 4, 5, 6 ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് ഇൻപുട്ട് ചെയ്യാം. അതിന്റെ ഫാക്ടോറിയൽ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പൊ റീഡ് എൻ, ഇവിടെ ഇൻപുട്ട് കൊടുത്തു. ഇൻപുട്ടിനല്ലേ ഈ പാരലലോഗ്രാം? അതെ. ദെൻ പ്രോസസ്, ഇവിടെ ഇനീഷ്യലൈസേഷൻ ആണ്. ഐ എന്നത് 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു, ഫാക്ട് 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. അപ്പൊ ഇവിടെ ഈ പ്രോസസ്സിങ്ങിന് നമ്മൾ റെക്ടാങ്കിൾ കൊടുത്തു. ദെൻ ഒരു കണ്ടീഷൻ ആണ്. കണ്ടീഷന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഈ ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ കണ്ടീഷൻ കൊടുത്തു. എന്താ കണ്ടീഷൻ കൊടുത്തത്? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. എൻ ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ള സംഖ്യ 6ഓ 4ഓ അത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ആണെങ്കിൽ, ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, യെസ് എന്നുള്ളത് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ട്രൂ ആണെങ്കിൽ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ഈ ഒരു പ്രോസസ് നടക്കണം. അത് കഴിഞ്ഞിട്ട് ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു ഐ ഈ ഒരു പ്രോസസ്സും നടക്കണം. ഈ ഒരു കണ്ടീഷൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഐ പ്ലസ് 1 എന്നുള്ള പ്രോസസ് നടക്കണം. അതിന്റെ കൂടെ ഫാക്ട് ഇൻറ്റു ഐ എന്ന പ്രോസസ്സും നടക്കണം. ദെൻ ഇത് വീണ്ടും ഈ ഒരു ലൂപ്പിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. ഏതുവരെ? ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഇത് ഫോൾസ് ആണെങ്കിൽ അവിടെ നോ എന്ന് കണ്ടില്ലേ, പ്രിന്റ് ഫാക്ട്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഫോൾസ് ആവുന്നത് വരെ ഇത് വർക്ക് ചെയ്തിട്ട് ഫോൾസ് ആയി കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ വാല്യൂ അതാണ് ഇവിടെ പ്രിന്റ് ചെയ്യാം. ഫോൾസ് ആവുമ്പോഴുള്ള ഈ ഫാക്റ്റിലെ വാല്യൂ ആണ് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. അപ്പൊ ശ്രദ്ധിച്ചല്ലോ, ഇൻപുട്ട് കൊടുക്കാൻ പാരലലോഗ്രാം, ഇവിടെ റീഡ് തന്നെ, ഔട്ട്പുട്ടിനും ഒരു പാരലലോഗ്രാം, നമുക്ക് ഫാക്ട് പ്രിന്റ് ചെയ്ത് കിട്ടും. ദെൻ സ്റ്റോപ്പ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. മൂന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾ മെറ്റീരിയലിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ വരച്ചതാണ്, വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ മൂന്നാമത്തെ എക്സാമ്പിൾ നമ്മള് അൽഗോരിതം എന്താ ചെയ്തത്? ഗിവൺ നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട്. എന്താണ് പ്രൈം നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഖ്യയും 1 മാത്രമേ അതില് ഡിവിസിബിൾ ആവുള്ളൂ. അപ്പൊ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7, 9 ഇങ്ങനെയുള്ള കുറച്ച് നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ള നമ്മൾ നൽകിയ ഒരു നമ്പർ അത് പ്രൈം ആണോ അല്ലയോ എന്ന് നോക്കുന്നതിനുള്ള ഒരു അൽഗോരിതമാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ പ്രോഗ്രാമിന്റെ അൽഗോരിതം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ സിമ്പിൾ ആണ്. അതേ ലോജിക് തന്നെ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ദെൻ സ്റ്റാർട്ട് ചെയ്തു. റീഡ് തന്നെ നമ്മൾ ഒരു നമ്പർ കൊടുത്തു, 2 എന്നോ 3 എന്നോ അല്ലെങ്കിൽ 2, 4, 5 ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 6ഓ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ആ സംഖ്യ പ്രൈം ആണോ അല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്തു, അതിനാണ് ഇവിടെ പാരലലോഗ്രാം കൊടുത്തിട്ടുള്ളത്. അതിൽ വരുന്ന പ്രോസസ് എന്താണ്? കൗണ്ട് ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്തു. ഇവിടെ ഇനീഷ്യലൈസേഷൻ ആണ്. ഐ 1 എന്നും സെറ്റ് ചെയ്തു. ഓക്കെ. ദെൻ ഒരു കണ്ടീഷൻ ആണ് പറയുന്നത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഓക്കെ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ള ഈ നമ്പർ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ നമ്പർ ആണെങ്കിൽ എന്താണ്? യെസ് ആണെങ്കിൽ മറ്റൊരു കണ്ടീഷനിലേക്കാണ് പോകുന്നത്. എൻ മോഡ് ഐ ഈക്വൽ ടു, ഇവിടെ 0 ആണ് കേട്ടോ, ഇവിടെ 0 ആണ്. എൻ മോഡ് ഐയുടെ വാല്യൂ എന്നും
അതിന്റെ റിമൈൻഡർ കാണുമ്പോൾ ഈ ലോജിക്ക് ഞാൻ അൽഗോരിതത്തിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ റിമൈൻഡർ ആണ് ഇവിടെ കാണുന്നത്. ആ റിമൈൻഡർ 0 ആണെങ്കിൽ, റിമൈൻഡർ നമുക്ക് 0 കിട്ടിയാൽ n വാല്യൂവും i വാല്യൂവും തമ്മിൽ ഹരിച്ചിട്ട് കിട്ടുന്ന റിമൈൻഡർ ഉണ്ടല്ലോ, അതാണ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 0 കിട്ടുകയാണെങ്കിൽ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യണം. രണ്ട് പ്രോസസ്സാണ്. ഈ ഒരു കണ്ടീഷൻ യെസ് ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഏതൊക്കെയാണ്? കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യണം, ഐ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യണം. എന്നിട്ട് അത് വീണ്ടും ഈ ലൂപ്പിലേക്ക് തന്നെ പോവാണ്. ഏതുവരെ? ഈ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യും. അതിനുള്ളിൽ ഇന്നർ ലൂപ്പിൽ എന്താ പറയുന്നത്? n മോഡ് i ഈക്വൽ ടു 0. ഈ 0 ആണെങ്കിലാണ് കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്. ഇനി റിമൈൻഡർ 0 വന്നിട്ടില്ലെങ്കിൽ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഐ വാല്യൂ മാത്രം ഇൻക്രിമെന്റ് ചെയ്താൽ മതി. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ റിമൈൻഡർ 0 ആണെങ്കിൽ കൗണ്ടും ഇൻക്രിമെന്റ് ചെയ്യണം, ഐയും ഇൻക്രിമെന്റ് ചെയ്യണം. അതിനിപ്പോ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? നിങ്ങൾ അതിന് മുൻപുള്ള അൽഗോരിതം എക്സ്പ്ലനേഷൻ ഒന്ന് കണ്ടാൽ മതി കേട്ടോ, അപ്പൊ മനസ്സിലാവാത്തവർക്ക്. ദെൻ ഈ ഒരു ലൂപ്പ് ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആവുന്നത് വരെ വർക്ക് ചെയ്തതിന് ശേഷം i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നുള്ളത് നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂവിനേക്കാളും ഐ വാല്യൂ ഗ്രേറ്റർ ആയി കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആവും. അപ്പോ മറ്റൊരു കണ്ടീഷനിലേക്കാണ് പോകുന്നത്. അതെന്താണ്? ഈ കൗണ്ട് ഈക്വൽ ടു 2 ആണോ, കൗണ്ട് 2 ആണോ കിട്ടിയത്? കൗണ്ട് 2 ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ യെസ് എന്നാണെങ്കിൽ പ്രിന്റ് പ്രൈം നമ്മുടെ ഔട്ട്പുട്ട് ആണ്. നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂ പ്രൈം നമ്പർ ആണ്. കൗണ്ട് 2 അല്ല കിട്ടിയത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണ് എന്നുണ്ടെങ്കിൽ നോ എന്ന് കണ്ടോ, നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂ പ്രൈം നമ്പർ അല്ല. കൗണ്ട് 2 ആണെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആണ്, കൗണ്ട് 2 അല്ലെങ്കിൽ അതൊരു പ്രൈം നമ്പർ അല്ല. ദെൻ സ്റ്റോപ്പ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മളൊരു നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു, അത് ഏതും ആവാം. ആ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിലുള്ള ഇനീഷ്യലൈസേഷൻ വരുന്നത് കൗണ്ട് ഈക്വൽ ടു 0, കൗണ്ട് 0 എന്ന് സെറ്റ് ചെയ്യും, i 1 എന്ന് സെറ്റ് ചെയ്യും, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ എന്ന് ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ മറ്റൊരു കണ്ടീഷനിലേക്ക് പോവാണ്, n മോഡ് i. അതിന്റെ റിമൈൻഡർ 0 വരണം. 0 ആണെങ്കിൽ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യും, ഐയും ഇൻക്രിമെന്റ് ചെയ്തിട്ട് ആ വാല്യൂ വീണ്ടും ലൂപ്പിലേക്ക് പോകും. ഇനി റിമൈൻഡർ 0 അല്ല എന്നുണ്ടെങ്കിൽ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യാതെ കൗണ്ട് ആദ്യമുള്ള അതേ വാല്യൂ തന്നെ ആയിരിക്കും. ഐ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് വീണ്ടും നമ്മളെ ലൂപ്പിലേക്ക് പോകും. ഈ ഒരു ലൂപ്പ് ഈ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് വരെ ആ ഒരു ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ നോ എന്നുണ്ടെങ്കിൽ മറ്റൊരു കണ്ടീഷനിലേക്ക് പോകും. എന്താണ് കണ്ടീഷൻ? ഈ കൗണ്ട് ഈക്വൽ ടു 2, കൗണ്ട് 2 ആണോ എന്ന് ചെക്ക് ചെയ്യും. കൗണ്ട് 2 ആണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു നമ്പർ പ്രൈം നമ്പർ ആണ്. കൗണ്ട് 2 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത വാല്യൂ പ്രൈം നമ്പർ അല്ല. ഇതാണ് ഈ ഒരു ഫ്ലോ ചാർട്ട്. മനസ്സിലായല്ലോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 1 പഠിക്കാനുള്ളത്. അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫ്ലോ ചാർട്ട് എന്താണ്? ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഒരു അൽഗോരിതം ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് വരച്ചാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന ബേസിക് സിമ്പിൾസ് അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സിമ്പിൾസ് എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ഒരു ഫ്ലോ ചാർട്ടിന്റെ എക്സാമ്പിൾ ആണ് നോക്കിയത്. 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തിട്ട് അതിന്റെ സമ്മ് കാണുന്ന എക്സാമ്പിൾ ആണ് ആദ്യം നോക്കിയത്. ദെൻ സെക്കൻഡ് വൺ നമ്മള് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫാക്ടോറിയൽ കാണുന്നതിനുള്ള ഫ്ലോ ചാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഗിവൺ നമ്പർ പ്രൈം ആണോ പ്രൈം നമ്പർ അല്ലയോ എന്ന് നോക്കുന്നതിനുള്ള ഒരു ഫ്ലോ ചാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1 ഉള്ളത്. നന്നായിട്ട് മെറ്റീരിയൽ റീഡ് ചെയ്യുക, വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.